Hi all, welcome back to PSC Aspirant with SCRT SS. First of all, thank you for your support 1K subscribers. പുതിയ SCRT പ്രകാരമുള്ള 10ാം ക്ലാസ്സിലെ ജിയോഗ്രഫി യൂണിറ്റ് 5 പണവും സമ്പദ് വ്യവസ്ഥയും പാർട്ട് 2 ക്ലാസ് ആണിത്. പാർട്ട് 1 ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പണത്തിൻ്റെ ധർമ്മങ്ങൾ, കേന്ദ്ര ബാങ്കായിട്ടുള്ള RBIയുടെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെയും ചർച്ച ചെയ്തു. പാർട്ട് 2 ക്ലാസ്സിൽ ബാങ്കുകളെയും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് നോക്കാം. ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ, സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തികൾ, സംഘടനകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിങ്ങനെയുള്ളവർക്കെല്ലാം പണമിടപാടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും. ബാങ്കുകളെ പൊതുവെ വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിങ്ങനെ 2 ഗണത്തിൽപ്പെടുത്താം. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഓഹരി ഉടമകളാണെങ്കിൽ സഹകരണ ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്കാണ്. കേരള ബാങ്ക് സഹകരണ ബാങ്കിന് ഉദാഹരണമാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പണവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലെങ്കിലും ബാങ്കുമായിട്ട് എന്ത് ചെയ്യാം, ബന്ധപ്പെട്ടിട്ടുണ്ടാകാം അല്ലേ. അപ്പോൾ ഈ ബാങ്കുകളെ പൊതുവായി 2ആയി തരംതിരിക്കുന്നുണ്ട്: വാണിജ്യ ബാങ്കുകൾ എന്നും സഹകരണ ബാങ്കുകൾ എന്നും. ഓക്കെ, ആ ബാങ്കുകളിൽ മാത്രമല്ല ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ടും നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. വാണിജ്യ ബാങ്കുകൾ ബാങ്കിംഗ് സേവനങ്ങൾ നൽകാൻ RBIയുടെ അനുമതിയുള്ളതും 1934 RBI ആക്ട് 2ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവയുമായ ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ. ഏത് ആക്റ്റാണ് എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1934 RBI ആക്ട് 2ാം പട്ടിക. പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ മേഖലാ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, പേയ്മെൻറ്റ് ബാങ്കുകൾ, സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, വിദേശ ബാങ്ക് എന്നിവയെല്ലാം വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ വാണിജ്യ ബാങ്കുകൾ എന്താണ്? വാണിജ്യ ബാങ്കുകൾക്കുള്ള ഉദാഹരണങ്ങൾ എഴുതാൻ പറഞ്ഞാലും അതിൻ്റെ ആൻസർ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, പഠിച്ചോളാം. ഓക്കെ, നബാർഡ് എന്ന് നമുക്ക് നോക്കാനുണ്ട്. നമ്മളെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ബാങ്കാണ് SBI. ഏതാണ് SBI? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ കനറ ബാങ്ക്. നബാർഡ് എന്താന്ന് പറയും. ഓക്കെ, 1990കളിലെ സാമ്പത്തിക പരിഷ്കാരത്തിന് ശേഷം ഇന്ത്യയിൽ പ്രവർത്തന അനുമതി ലഭിച്ച വാണിജ്യ ബാങ്കുകൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഏത് വർഷത്തിന് ശേഷമാണ്? 1990 ശേഷം വന്നിട്ടുള്ള ബാങ്കുകളാണ് ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്ന് അറിയപ്പെടുന്നത്. ആക്സിസ് ബാങ്ക്, മഹേന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക്, ഇൻഡസ് ബാങ്ക് എന്നിവയെല്ലാം ന്യൂ ജനറേഷൻ ബാങ്കുകൾക്കുള്ള ഉദാഹരണങ്ങളാണ്. നിങ്ങളുടെ സമീപ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ബാങ്കുകൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി അവ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നുവെന്ന് പട്ടികപ്പെടുത്തുക. അതായത് വാണിജ്യ ബാങ്കാണോ ന്യൂ ജനറേഷൻ ബാങ്കാണോ എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ: പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക എന്നതാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങൾ. സമ്പാദ്യങ്ങളുടെ സുരക്ഷിത ഇടമായി ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന പണം വിവിധ ഇനം വായ്പകളാക്കി സംരംഭകർക്ക് ലഭ്യമാക്കാൻ ബാങ്കുകൾക്ക് കഴിയുന്നു. അതായത് ഒരു വിഭാഗം ജനങ്ങളുടെ കയ്യിൽ നിന്നും അവരുടെ പണം നിക്ഷേപമായി മാറ്റുന്നു അല്ലേ. ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ നിക്ഷേപമായി നൽകുകയും അത് ബാങ്കുകൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു വിഭാഗം ആളുകൾക്ക് വായ്പയായി നൽകുന്നു. ഈ 2 കാര്യവുമാണ് പൊതുവെ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മമായിട്ട് ഉള്ളത്. ഇനി എങ്ങനെയൊക്കെ നിക്ഷേപങ്ങൾ സ്വീകരിക്കാം എന്നുള്ളത് നോക്കുക. വാണിജ്യ ബാങ്കുകൾ പൊതുജനങ്ങൾക്കായി നൽകുന്ന വിവിധ തരം നിക്ഷേപ അക്കൗണ്ടുകൾ പരിചയപ്പെടാം. എങ്ങനെയൊക്കെയാണ് നമ്മുടെ പണം ഏതൊക്കെ രീതിയിൽ നമുക്ക് ബാങ്കുകളിൽ നിക്ഷേപിക്കാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 1. സമ്പാദ്യ നിക്ഷേപം. വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും ആവശ്യങ്ങൾക്കനുസരിച്ച് പണം പിൻവലിക്കുന്നതിനും കഴിയുന്ന രീതിയിലുള്ള നിക്ഷേപമാണ് സമ്പാദ്യ നിക്ഷേപം. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിക്ഷേപകന് ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്നും പണം പിൻവലിക്കാൻ അവസരമുണ്ട്. ഒരു കാലയളവിൽ എത്ര പ്രാവശ്യം പണം പിൻവലിക്കാം എന്നതും
പിൻവലിക്കാവുന്ന തുകയുടെ പരിധിയും ഓരോ ബാങ്കുകളിലും വ്യത്യസ്തമായിരിക്കും. സമ്പാദ്യ നിക്ഷേപങ്ങൾക്ക് കുറഞ്ഞ നിരക്കിലുള്ള പലിശ ബാങ്കുകൾ നൽകാറുണ്ട്. അതായത് സേവിംഗ് അക്കൗണ്ട് ആണ് സമ്പാദ്യ നിക്ഷേപം എന്ന് പറയുന്നത്. സമ്പാദ്യശീലം വളർത്തുന്നതിനാണ് ഈ നിക്ഷേപ രീതി നിലവിലുള്ളത്. അതായത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് പണം നിക്ഷേപിക്കാം, ആവശ്യമുള്ള സമയത്ത് പിൻവലിക്കാനും സാധിക്കും. കൃത്യമായിട്ടുള്ള പലിശ നിരക്കുകൾ ഇവയ്ക്ക് ബാങ്ക് നൽകുന്നതായിരിക്കും. ഇവിടുത്തെ ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് ഒരു കാലയളവിൽ എത്ര പ്രാവശ്യം പണം പിൻവലിക്കാം എന്നതും പിൻവലിക്കാവുന്ന തുകയുടെ പരിധിയും ഓരോ ബാങ്കുകളിലും എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. ഇനി അടുത്തത് കറണ്ട് നിക്ഷേപം, കറണ്ട് ഡെപ്പോസിറ്റ്. ബിസിനസ് ഇടപാടുകളെ ലക്ഷ്യം വെച്ചുള്ള അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. ഇത്തരം അക്കൗണ്ടുകളിൽ നിന്നും ഒരു ദിവസം നടത്താവുന്ന ഇടപാടുകൾക്ക് പരിധിയില്ല. ഈ അക്കൗണ്ടിലുള്ള പണത്തിന് ബാങ്കുകൾ പലിശ നൽകാറില്ല. ഈ അക്കൗണ്ടിൽ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കറന്റ് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ തുക പിൻവലിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഓവർ ഡ്രാഫ്റ്റ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അതായത് കറണ്ട് നിക്ഷേപം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. അതായത് എമൗണ്ട് ബാങ്കിൽ നിക്ഷേപിക്കുന്നു, അദ്ദേഹത്തിന് അതേ ദിവസം തന്നെ എന്ത് ചെയ്യാം, അത് പിൻവലിക്കാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് ഇങ്ങനെ ഡെയിലി അക്കൗണ്ടിലേക്ക് പണം ഇടുന്നുണ്ട്, അതുപോലെ തന്നെ പിൻവലിക്കുന്നുണ്ട്. ഇവർക്ക് അക്കൗണ്ടിലുള്ള എമൗണ്ടിനേക്കാൾ കൂടുതലായിട്ട് കൊടുക്കുന്ന വായ്പയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇപ്പോൾ എന്താണ് ഓവർ ഡ്രാഫ്റ്റ്? മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കറന്റ് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ തുക പിൻവലിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഓവർ ഡ്രാഫ്റ്റ്. ടേം ഡെപ്പോസിറ്റ് അഥവാ സ്ഥിര നിക്ഷേപ അക്കൗണ്ട് അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. പെട്ടെന്ന് തിരിച്ചെടുക്കേണ്ടതില്ലാത്ത പണം നിക്ഷേപിക്കുന്ന അക്കൗണ്ടാണിത്. ഇത്തരം നിക്ഷേപങ്ങൾക്ക് ബാങ്കുകൾ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലുള്ള പണത്തിന് നൽകുന്നതിനേക്കാൾ കൂടുതൽ പലിശ നൽകുന്നു. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട കാലയളവിന് മുമ്പ് ഈ നിക്ഷേപങ്ങളിൽ നിന്നും പണം പിൻവലിക്കുകയാണെങ്കിൽ നിക്ഷേപകർക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് കുറയും. നിക്ഷേപങ്ങളുടെ പലിശ മുതലിനൊപ്പമോ നിക്ഷേപകർ നിശ്ചയിക്കുന്ന വിവിധ കാലയളവുകളിലോ പിൻവലിക്കാവുന്നതാണ്. അതായത് ഒരു 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ ഒക്കെ ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ ആ പണം നിക്ഷേപിക്കുന്നു. നമ്മൾ അതിനിടയിലൊന്നും ഈ എമൗണ്ട് പിൻവലിക്കുകയില്ല. ഇതിനെയാണ് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുക. അതിന് കൃത്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരിക്കും, പലിശ നിരക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിനു മുമ്പ് 5 വർഷത്തിനുള്ളിലൊക്കെ തന്നെ ഇത് പിൻവലിക്കുന്ന സമയത്ത് പലിശ നിരക്ക് എന്തായിരിക്കും, കുറയാൻ സാധ്യതയുണ്ട്. അടുത്തത് ആവർത്തിത നിക്ഷേപങ്ങൾ. ഒരു പ്രത്യേക കാലയളവിലേക്ക് ഒരു നിശ്ചിത തുക വീതം നിശ്ചിത ഇടവേളകളിൽ നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപങ്ങൾ. സമ്പാദ്യ നിക്ഷേപങ്ങളെക്കാൾ കൂടിയ പലിശ നിരക്ക് ഇത്തരം നിക്ഷേപങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ഇത് സ്ഥിര നിക്ഷേപത്തിന്റെ പലിശ നിരക്കിനേക്കാൾ കുറവായിരിക്കും. കാലാവധിയുടെ അവസാനം സഞ്ചിത തുക പലിശയും ചേർത്ത് പിൻവലിക്കാവുന്നതാണ്. അപ്പം നമുക്കിത് പറയാൻ പറ്റുന്നത് സേവിംഗ് അക്കൗണ്ട്സിനേക്കാൾ കൂടുതൽ പലിശ ഉണ്ടാവും, പക്ഷെ എത്ര തന്നെ ഇല്ല, ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ അത്ര തന്നെ പലിശയില്ല. അതായത് നമ്മളൊരു 5 വർഷത്തേക്ക് നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ ചേരുകയാണെങ്കിൽ, ഈ നിക്ഷേപത്തിൽ ചേരുകയാണെങ്കിൽ ഓരോ മാസവും നിശ്ചിത ഡേറ്റിൽ ഒരു 5-ാം തീയതി ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, കൃത്യമായിട്ട് പണം നിക്ഷേപിക്കുന്നു. അപ്പോൾ ഈ 5 വർഷം കഴിയുന്ന സമയത്ത് നമുക്ക് ഈ എമൗണ്ട് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്, ആവർത്തിത നിക്ഷേപം എന്ന് പറയുന്നത്. ആവർത്തിച്ച് നമ്മൾ ഓരോ മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഓരോ ആഴ്ച കൂടുമ്പോഴോ ഒക്കെ നമ്മൾ പണം നിക്ഷേപിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ആവർത്തിത നിക്ഷേപം എന്ന് പറയുന്നത്. ഓക്കെ, ബാങ്കുകൾ സ്ഥിര നിക്ഷേപത്തിന് സമ്പാദ്യ നിക്ഷേപങ്ങളെക്കാൾ പലിശ നിരക്ക് നൽകുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഡെപ്പോസിറ്റ് വെച്ചിട്ട് ബാങ്കിന് എന്ത് ചെയ്യാം, മറ്റുള്ളവർക്ക് വായ്പ നൽകാൻ സാധിക്കും. അതിലൂടെ ബാങ്കിന് എന്ത് കിട്ടുന്നുണ്ട്, പണം ലഭിക്കുന്നുണ്ട്, അതായത് പലിശ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അനുവും മനുവും 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. അനുവിന് സംസ്ഥാനതല പ്രസംഗ മത്സരത്തിൽ സമ്മാനമായി 25,000 രൂപ ലഭിച്ചു. മനുവിന് 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ നാഷണൽ മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പായി ഓരോ വർഷവും 1,200 രൂപയും ലഭിക്കുന്നുണ്ട്.
രണ്ടുപേരും ഈ പണം ഉന്നത വിദ്യാഭ്യാസ ആവശ്യത്തിനു വേണ്ടി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അനുവിനും മനുവിനും ഏതു തരം ബാങ്ക് അക്കൗണ്ടുകളിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുവാൻ ആയിരിക്കും നിങ്ങൾ നിർദ്ദേശിക്കുന്നത്? 25,000 രൂപയാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം? ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുക്കാം അല്ലെ? അനുവിന് ഫിക്സഡ് ഡെപ്പോസിറ്റും മനുവിന് നമുക്ക് ഏത് സജസ്റ്റ് ചെയ്യാൻ സാധിക്കും? ആവർത്തിത നിക്ഷേപവും സജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വായ്പ നൽകൽ. ഇതുവരെ നമ്മൾ സംസാരിച്ചത് എന്തിനെ കുറിച്ചാണ്? ഡെപ്പോസിറ്റ് അല്ലെ, നിക്ഷേപങ്ങളെ കുറിച്ചാണ്. ഇനി നമുക്ക് വായ്പ എന്താണെന്ന് നോക്കാം. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വ്യത്യസ്ത സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വിവിധ വായ്പകൾ നൽകുന്നത് വാണിജ്യ ബാങ്കുകളാണ്. സമ്പാദ്യം ബാങ്കിൽ സൂക്ഷിക്കുന്നവരും വായ്പ എടുക്കുന്നവരും തമ്മിലുള്ള ഇടനിലക്കാരായി വാണിജ്യ ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ ഒരു ഭാഗം കരുതൽ ധനമായി സൂക്ഷിച്ചു വെച്ച് ബാക്കി സംരംഭകർക്ക് വായ്പയായി നൽകാറുണ്ട്. ഇടപാടുകാർക്ക് നൽകുന്ന വിവിധ വായ്പകൾക്ക് വാണിജ്യ ബാങ്കുകൾ പലിശ ഈടാക്കാറുമുണ്ട്. നിക്ഷേപകർക്ക് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കൂടിയ നിരക്കിലുള്ള പലിശയായിരിക്കും വായ്പ എടുക്കുന്നവരിൽ നിന്നും ഈടാക്കുന്നത്. നിക്ഷേപകർക്ക് നൽകുന്ന പലിശയും വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് ബാങ്കുകളുടെ വരുമാനം. ഇത് സ്പ്രെഡ് എന്ന് അറിയപ്പെടുന്നു. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വിഭാഗം ആളുകൾ ബാങ്കുകളിൽ അവരുടെ പണം നിക്ഷേപമായി നൽകുന്നു. ഈ പണത്തിൽ നിന്നും കുറച്ച് കരുതൽ ധനമായി ബാങ്കുകൾ മാറ്റിവെക്കുന്നുണ്ട്. ഇതിനെ SLR എന്നാണ് പറയുന്നത്. നമ്മൾ CRR പറഞ്ഞിട്ടുണ്ട്. ബാങ്കുകൾ RBIയിൽ കൊടുക്കേണ്ട കരുതൽ ധനമാണ് CRR. എന്നാൽ ഓരോ വാണിജ്യ ബാങ്കുകളും കരുതൽ ധനമായി ആ ബാങ്കുകളിൽ തന്നെ സൂക്ഷിച്ചു വെക്കേണ്ട പണത്തിൻ്റെ അളവിനെയാണ് SLR എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വിഭാഗം ആളുകളിൽ നിന്നും വാങ്ങിയിട്ടുള്ള ഡെപ്പോസിറ്റിനെ മറ്റു വിഭാഗം ആളുകൾക്ക് അതിൻ്റെ ഒരു ഭാഗം എന്തായി നൽകുന്നു? വായ്പയായി നൽകുന്നു. ക്ലിയർ? ഇനി അടുത്തത് പലിശൻ്റെ റേറ്റാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. നിക്ഷേപകർക്ക് കൊടുക്കുന്ന പലിശയേക്കാൾ കൂടുതലായിരിക്കും വായ്പ ലോൺ എടുക്കുന്ന ആളുകളിൽ നിന്നും ബാങ്കുകൾ ഈടാക്കുന്ന പലിശ നിരക്ക്. ഇവ തമ്മിലുള്ള അന്തരം, അതായത് 5% പലിശ നിരക്ക് നിക്ഷേപകർക്ക് കൊടുക്കുകയാണെങ്കിൽ 9%, 10% ആയിരിക്കും വായ്പ ലോണിന് വേണ്ടിയിട്ട് ആളുകളുടെ കയ്യിൽ നിന്നും ബാങ്ക് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഉണ്ടാകുന്ന ആ ഒരു പണം, 1,05,000 രൂപയാണ് പലിശ നിക്ഷേപകർക്ക് കൊടുക്കുന്നത് എങ്കിൽ 1,10,000 അല്ലെങ്കിൽ 9,000 രൂപയോ ആയിരിക്കും വായ്പ എടുത്തവരിൽ നിന്നും ബാങ്കുകാർ സ്വീകരിക്കുന്നത്, വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ലാഭം 4,000 രൂപയാണ്. ഈ 4,000 രൂപയാണ് ബാങ്കിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ലഭിക്കുന്ന മൊത്തത്തിലുള്ള പണമാണ് ബാങ്കിൻ്റെ വരുമാനം. ഓക്കെ, ക്ലിയർ? ഇതിനെയാണ് എന്ത് പറയുന്നത്? സ്പ്രെഡ് എന്ന് പറയുന്നത്. ബാങ്കുകൾ വിവിധ ഈടുകൾ സ്വീകരിച്ചാണ് വായ്പകൾ നൽകുന്നത്. സ്വർണം, സ്ഥലത്തിൻ്റെ രേഖകൾ അഥവാ ആധാരം, ശമ്പള സർട്ടിഫിക്കറ്റ്, സാലറി സർട്ടിഫിക്കറ്റ് മുതലായവ ബാങ്കുകൾ ഈടായി സ്വീകരിക്കാറുണ്ട്. വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വിവിധ വായ്പകൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. എന്തിനൊക്കെ വായ്പകൾ കൊടുക്കാറുണ്ട്? ഗോൾഡ് ലോൺ ഉണ്ട്, ഹൗസിംഗ് ലോൺ ഉണ്ട്, അല്ല, ഇത്തരത്തിലുള്ള ഒരുപാട് ലോണുകൾ കൊടുക്കാറുണ്ട്. മറ്റു ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? വാണിജ്യ ബാങ്കുകളുടെ മറ്റു ധർമ്മങ്ങൾ, സേവനങ്ങൾ എന്തൊക്കെയാണ്? പൊതുജനങ്ങൾക്കായി വാണിജ്യ ബാങ്കുകൾ വിവിധ തരത്തിലുള്ള ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ATM സർവീസുകൾ, ലോക്കർ സൗകര്യങ്ങൾ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഡെബിറ്റ് കാർഡ് അറിയാലോ, നമ്മളെ കയ്യിലുള്ള കാർഡുകളൊക്കെ തന്നെയാണ്. ATM സർവീസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പണം എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടും നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ലോക്കർ സൗകര്യം, നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ തന്നെയും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും ബാങ്കുകൾ തയ്യാറാണ്. എന്താണ് ക്രെഡിറ്റ് കാർഡ്? നമുക്ക് മുമ്പേ ഒരു കാർഡ് തരും. നമ്മുടെ ഇടപാടുകൾക്കനുസരിച്ച് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബാങ്കുകൾ നൽകാറുണ്ട്. അതായത് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അത് പിന്നീട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കുകയാണ് ചെയ്യാറുള്ളത്.
ഓക്കെ. നിങ്ങളുടെ പരിസരത്തുള്ള 3 ബാങ്കുകൾ സന്ദർശിച്ച് അവർ വിവിധ വായ്പകൾക്ക് ഈടാക്കുന്ന പലിശ നിരക്ക് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. ഭവന വായ്പ, ഹൗസിംഗ് ലോൺ, കാർഷിക വായ്പ, കൃഷിക്ക് ആവശ്യമായിട്ട് നൽകുന്ന വായ്പ, വ്യക്തിഗത വായ്പകൾ, ഇവയ്ക്ക് ഓരോ ബാങ്കുകളും നൽകുന്ന പലിശ നിരക്ക് എത്രയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവെ കാർഷിക വായ്പ 9% ഒക്കെ ഉണ്ട്. അത്തരത്തിൽ എത്രത്തോളം ശതമാനം ഓരോ ബാങ്കുകളും ഈടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഓക്കെ. ബാങ്കുകൾ കുറഞ്ഞ പലിശ നിരക്ക് ഈടാക്കുന്നത് കാർഷിക വായ്പയ്ക്കാണ്. വിവിധ വായ്പകൾ സ്വീകരിക്കുന്ന ഈടുകൾ ലിസ്റ്റ് ചെയ്യുക. നമ്മൾ ആധാരം വെക്കാറുണ്ട് അല്ലേ, അതുപോലെ തന്നെ സാലറി സർട്ടിഫിക്കറ്റ് വയ്ക്കാറുണ്ട്, ഗോൾഡ് വയ്ക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് ഈടുകൾ വെച്ചുകൊണ്ട് നമുക്ക് വായ്പകൾ, ലോണുകൾ ബാങ്കുകൾ നൽകുന്നുണ്ട്. ബാങ്കുകൾ സാമ്പത്തിക പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നത് എങ്ങനെ? ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതൊന്ന് ക്ലിയർ ആക്കി വെക്കാം. ബാങ്കുകളും സാങ്കേതിക വിദ്യയും മൊബൈൽ ബാങ്കിംഗ്, ഓൺലൈൻ ബാങ്കിംഗ് എന്നിവയുടെ വരവോടെ ഉപഭോക്താക്കൾക്ക് വിവിധ ബാങ്കിംഗ് സേവനങ്ങൾ സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ എന്നിവയിലൂടെ ലഭ്യമാകുന്നു. ബാങ്ക് ഇടപാടുകൾ ഇന്റർനെറ്റ് വഴി ലഭിക്കുന്ന സംവിധാനമാണ് ഓൺലൈൻ ബാങ്കിംഗ്. നമ്മൾ ഇപ്പോൾ ഫോണിലൂടെയൊക്കെ കൂടുതലായിട്ടുള്ള ജിപേ പോലുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഏതിൻ്റെ ഭാഗമാണ്? ഓൺലൈൻ ബാങ്കിങ്ങിൻ്റെ ഭാഗമാണ്. നിശ്ചിത സമയത്തും ദിവസങ്ങളിലും മാത്രം ലഭ്യമായിരുന്ന ബാങ്കിംഗ് സേവനങ്ങൾ വർഷത്തിൽ 365 ദിവസവും ലോകത്തിലെവിടെയും ലഭ്യമായത് സാങ്കേതിക വിദ്യയുടെ ഇടപെടൽ കൊണ്ടാണ്. ഇടപാടുകളുടെ വേഗം വർദ്ധിക്കുവാനും സാങ്കേതിക വിദ്യ സഹായകരമാണ്. സാങ്കേതിക സൗകര്യങ്ങളുടെ ഫലമായി ബാങ്കിംഗ് മേഖലയിലുണ്ടായ ചില പണമിടപാട് സംവിധാനങ്ങൾ പരിചയപ്പെടാം. 1. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം നെഫ്റ്റ്. അക്കൗണ്ട് ഉടമകൾ തമ്മിലുള്ള ബാങ്ക് ഇടപാടുകൾ എളുപ്പത്തിലും വേഗത്തിലുമാക്കുവാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന സംവിധാനമാണ് നെഫ്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് ഉപയോഗപ്പെടുത്തിയാണ് ഫണ്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് RTGS. അക്കൗണ്ട് ഉടമകൾ തമ്മിൽ വലിയ തുകകൾ കൈമാറ്റം ചെയ്യാൻ RBI കൊണ്ടുവന്ന സംവിധാനമാണ് RTGS. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇടപാടുകൾ പൂർത്തിയാക്കാനാകും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. 3. കോർ ബാങ്കിംഗ്. ഒരു ബാങ്കിന്റെ ഏത് ശാഖയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ട് ഉടമകൾക്ക് സാധ്യമാക്കുന്ന സംവിധാനമാണ് കോർ ബാങ്കിംഗ്. ഇടപാടുകൾ നടത്തുന്നതിന് അക്കൗണ്ടുള്ള ബ്രാഞ്ചിൽ തന്നെ പോകണമെന്നില്ല. ഇത് ഇടപാടുകാർക്ക് ഏറെ സൗകര്യപ്രദമാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇപ്പോൾ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കോഴിക്കോടോ നമ്മുടെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, ഡൽഹിയിലോ അല്ലെങ്കിൽ മറ്റു മധ്യപ്രദേശോ ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അക്കൗണ്ടിൽ സെയിം ബ്രാഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇടപാടുകൾ അല്ലെങ്കിൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാൻ പറ്റും എന്നുള്ളതാണ് കോർ ബാങ്കിങ്ങിൻ്റെ സവിശേഷത. അടുത്തത് യൂണിവേഴ്സൽ പേയ്മെൻറ്റ് ഇന്റർഫേസ് UPI. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച പണമിടപാട് സംവിധാനമാണ് UPI. ഇതുവഴി വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ തത്സമയ പണമിടപാടുകൾ സാധ്യമാക്കുന്നു. ഉപയോക്താക്കൾക്ക് തങ്ങളുടെ വിവിധ ബാങ്ക് അക്കൗണ്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബന്ധിപ്പിക്കാനും അതുവഴി ലളിതവും സുരക്ഷിതവുമായ ഇടപാടുകൾ നടത്താനും കഴിയുന്നു. ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ, ഭീം, UPI, ആമസോൺ പേ എന്നിവ ചില UPI ആപ്ലിക്കേഷനുകളാണ്. പരിചയമുള്ള കാര്യമാവും. ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ സമയത്തൊക്കെ നമുക്ക് UPI പേയ്മെൻ്റ് ആയിട്ടാണ് ഗൂഗിൾ പേ ഒക്കെ കാണിക്കാറുള്ളത് അല്ലേ? ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. സൈബർ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യക്തിഗത സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ചെലവ് കുറയ്ക്കുന്നതിനും ഏറെ സഹായിക്കുമെങ്കിലും സുരക്ഷയ്ക്ക് കാര്യമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. നമുക്കറിയാം, ഓൺലൈൻ മാർക്കറ്റിങ്ങിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കുകയും ഏതാണ് ഫേക്ക് ഏതാണ് കറക്റ്റ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും വേണം. ഓക്കെ. ബാങ്കിംഗ് സേവനങ്ങൾ ഓൺലൈനായി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള തട്ടിപ്പുകളും അതിനെതിരെ നാം സ്വീകരിക്കേണ്ട നടപടികളും സംബന്ധിച്ച ബോധവൽക്കരണം സൃഷ്ടിക്കുന്നതിന് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനുമായുള്ള അഭിമുഖം സംഘടിപ്പിക്കുക. അഭിമുഖത്തിനായിട്ടുള്ള ചോദ്യാവലി തയ്യാറാക്കുമല്ലോ. നമ്മുടെ OTP ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്ത് ഏതൊരു ഇടപാട് സമയത്തും OTP എന്ന് പറയുന്നത് ഒരു സ്വകാര്യതയാണ്. അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ഷെയർ ചെയ്യാൻ പാടില്ല അല്ലേ?
കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആണോ അറിഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പണമിടപാടും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എങ്ങനെയെങ്കിലും ഒരു OTP വഴിയോ മറ്റേതെങ്കിലും വഴിയിലൂടെ ചോർന്നു കഴിഞ്ഞാൽ നമ്മുടെ പണം നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അത് എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. അത് ഓൾറെഡി പറഞ്ഞു. ഓക്കെ. ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ. ബാങ്കിംഗ് രംഗത്ത് പ്രവർത്തിക്കുകയും എന്നാൽ ബാങ്കിൻ്റെ ചില ധർമ്മങ്ങൾ മാത്രം നിർവഹിക്കുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ഇവ. ബാങ്കുകളെ പോലെ സമ്പാദ്യ നിക്ഷേപങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിക്കാൻ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ആവില്ല. ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കാനും കഴിയില്ല. ബാങ്കുകളുടെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ കൂടിയും സമ്പാദ്യ നിക്ഷേപങ്ങളോ അല്ലെങ്കിൽ ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കാനോ ഈ സ്ഥാപനങ്ങളിൽ നിന്നും സാധിക്കുകയില്ല. ഓക്കെ. ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റീവ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ IRDA, നാഷണൽ ഹൗസിംഗ് ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഏതൊക്കെ സ്ഥാപനങ്ങളുടെ കീഴിലാണ് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കി വയ്ക്കുക. ഇൻഷുറൻസ് കമ്പനികൾ, ഉദാഹരണം LIC, GIC, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ഉദാഹരണം UTI, ബാങ്കിതര ധനകാര്യ കമ്പനികൾ, ഉദാഹരണം KSFE എന്നിവയെല്ലാം ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉള്ള ഉദാഹരണങ്ങളും ഒന്ന് നോക്കി വയ്ക്കുക. അതായത് ബാങ്കുകളുടെ പോലെ തന്നെ ചില പ്രവർത്തനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന സ്ഥാപനങ്ങളെയാണ് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അതിനുള്ള ഉദാഹരണമാണ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള KSFE, LIC പോലുള്ള സ്ഥാപനങ്ങൾ. ഇവയൊക്കെ ഏതൊക്കെ സ്ഥാപനങ്ങൾക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കി വയ്ക്കുക. ഓക്കെ. KSFE കേരളത്തിലുള്ള ബാങ്കിതര ധനകാര്യ കമ്പനിയാണ് KSFE. കേരളത്തിലെ ജനങ്ങൾക്ക് സാമ്പത്തിക സേവനം നൽകാനായി 1969 സ്ഥാപിതമായി. സ്വർണ്ണപ്പണയം, വ്യക്തിഗത വായ്പ, ബിസിനസ് വായ്പ, വാഹന വായ്പ, ഭവന വായ്പ, മൈക്രോ ഫിനാൻസ്, ചിട്ടികൾ തുടങ്ങി വിവിധ സേവനങ്ങൾ KSFE ശാഖകളിലൂടെ നൽകി വരുന്നു. വിവിധ ശാഖകളുടെ ശൃംഖല വഴിയും ഇടപാടുകാരുടെ ശക്തമായ പിന്തുണ കൊണ്ടും കേരളത്തിൽ KSFEയുടെ സാന്നിധ്യം ശക്തമാണ്. ഇന്ത്യയിലെ വായ്പാ സ്രോതസ്സുകൾ. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ള സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിനും സ്ഥാപനങ്ങൾക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിനും സംരംഭകർക്ക് പണം ആവശ്യമാണ്. ഇതിൽ നല്ലൊരു ശതമാനവും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾക്ക് പണം ലഭ്യമാക്കാനുള്ള പ്രധാന സ്രോതസ്സായി വായ്പയെ കണക്കാക്കാം. അതായത് പൊതുജനങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് വായ്പകൾ സഹായിക്കുന്നുണ്ട് അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ വായ്പകൾ ആവശ്യമായി വരാറുണ്ട്. ഇന്ത്യയിലെ വായ്പാ സ്രോതസ്സുകളെ ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ, അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്നിങ്ങനെ തരംതിരിക്കാം. സംഘടിതവും സ്ഥാപനവൽക്കരിക്കപ്പെട്ടതും നിയന്ത്രിതവുമായ സംവിധാനമാണ് ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ. അപ്പോൾ വായ്പാ സ്രോതസ്സുകളെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഔപചാരിക വായ്പാ സ്രോതസ്സുകളും അനൗപചാരിക വായ്പാ സ്രോതസ്സുകളും. സംഘടിതവും സ്ഥാപനവൽക്കരിക്കപ്പെട്ടതും നിയന്ത്രിതവുമായ സംവിധാനമാണ് ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ. ഏതൊക്കെയാണ്? ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ, സ്വാശ്രയ സംഘങ്ങൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ എന്നിവയാണ് ഔപചാരിക വായ്പാ സ്രോതസ്സുകളിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത്തേത് സംഘടിതമല്ലാത്തതും സ്ഥാപനവൽക്കരിക്കപ്പെടാത്തതുമായ സംവിധാനങ്ങളാണ് അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ. ഏതൊക്കെയാണ്? പ്രാദേശിക പണമിടപാടുകൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, മറ്റു മാർഗങ്ങൾ. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ അണ്ടറിലായിരിക്കും പ്രവർത്തിക്കുന്നത്, സംഘടിതമായിരിക്കും, നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക. ഇതാണ് ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അനൗപചാരികം എന്ന് പറഞ്ഞാൽ സ്ഥാപനം അങ്ങനെ ബേസ് ഒന്നുമല്ല, അതുപോലെ തന്നെ സംഘടിതമല്ല, നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല. ഇതാണ് അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ. സിമ്പിളാണ് അല്ലേ?
പ്രാദേശിക പണമിടപാടുകൾ, നമ്മുടെ പരിചയക്കാരിൽ നിന്ന് നമ്മൾ പണം വാങ്ങുന്നു, അതുപോലെ തന്നെ പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ വായ്പ സ്വീകരിക്കുന്നതിനെയാണ് അനൗപചാരിക വായ്പാ സ്രോതസ്സുകളായിട്ട് കണക്കാക്കുന്നത്. ഇവ രണ്ടിൻ്റെയും പരസ്പര സഹവർത്തിത്വവും പ്രവർത്തന വിജയവും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. കേരളത്തിലെ വിവിധ കാലയളവുകളിലെ വായ്പയുടെ ഉറവിടങ്ങൾ പട്ടികയിൽ നൽകിയിരിക്കുന്നു. ഉറവിടം, കാലയളവ് ഏതൊക്കെ വർഷങ്ങളിലാണ്? 2019 ജനുവരി ഏപ്രിൽ വരെ, 2020 ജനുവരി മുതൽ ഏപ്രിൽ വരെ, 2021 ജനുവരി മുതൽ ഏപ്രിൽ വരെ. ഉറവിടം ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രാദേശിക പണമിടപാടുകാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ. ജനുവരി ഏപ്രിൽ മാസത്തിൽ 2019 68.55 ആയിരുന്നു. 2020 48.77 ആയി കുറഞ്ഞു. 2021 വീണ്ടും അത് കുറഞ്ഞ് 44.51 ആയിട്ട് മാറി. ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പയുടെ അളവ് 2019 6.29 ആയിരുന്നു. 2021 അത് വർദ്ധിച്ചു 21.8 ആയി. 2021 കുറയുകയാണ് ഉണ്ടായത് 13.33. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമ്മുടെ കോവിഡ് കാലഘട്ടത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടൊക്കെയാണ് ബാങ്കുകളിലും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിലും ഒക്കെ വായ്പയിൽ കുറവ് വരാനുണ്ടായിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. സ്വയം സഹായ സംഘങ്ങൾ 2019 8.8 ആയിരുന്നു. 2020 17.43 ആയി വർദ്ധിച്ചു. 2021 41.53 ആയി വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ബാങ്കുകളിലും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിലും അത് കുറയുകയാണ് ഉണ്ടായത്. ഇവിടെ ഇരട്ടിയായി വർദ്ധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രാദേശിക പണമിടപാടുകാർ 8.4, 3.65, 4.43. സുഹൃത്തുക്കൾ, ബന്ധുക്കൾ 7.85, 6.79, 2.99. ഇവിടെ രണ്ട് ഭാഗത്തും എന്തില്ല, വലിയ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല, വലിയ വർധനവ് രേഖപ്പെടുത്തുന്നില്ല. എന്നാൽ സ്വയം സഹായ സംഘങ്ങളാണ് 2020 മുതൽ 2021 വരെയുള്ള കാലയളവിൽ വൻതോതിൽ വായ്പാ സ്രോതസ്സായി മാറുന്നത്. സ്വയം സഹായ സംഘങ്ങളുടെ ഭാഗങ്ങളാണ് ഇത് കുടുംബശ്രീ എന്നൊക്കെ പറയും. ഓക്കെ, 2019-21 കാലയളവിൽ ബാങ്കുകളിൽ നിന്നുള്ള വായ്പാ വിഹിതം കുറയാനും സ്വയം സഹായ സംഘങ്ങളിൽ നിന്നുള്ള വായ്പാ വിഹിതം വർദ്ധിക്കാനുമുള്ള കാരണം കണ്ടെത്തുക. കൊറോണ ആ കാലഘട്ടങ്ങളിൽ ബാങ്കുകളിൽ നിന്നുള്ള വായ്പകൾക്കൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാങ്കുകളിൽ ഈട് അത്യാവശ്യമാണ്, കൃത്യമായിട്ടുള്ള പണം തിരിച്ചടവുകൾ നിർബന്ധമാണ്. അതുപോലെ തന്നെ വായ്പ നൽകുന്നതിനുള്ള പ്രോസസ്സ് കൂടുതലാണ്. ഓക്കെ, എന്നാൽ സ്വയം സഹായ സംഘങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. വലിയ ഈടുകൾ ആവശ്യമില്ല. അതുപോലെ തന്നെ സബ്സിഡികൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുറഞ്ഞ തിരിച്ചടവായിരിക്കും ആവശ്യപ്പെടുക. തിരിച്ചടവിനായിട്ടുള്ള സമയം കൂടുതലായിരിക്കും. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സ്വയം സഹായ സംഘങ്ങളുടെ വായ്പ വിഹിതം വർദ്ധിക്കാനുള്ള കാരണം. കേരളത്തിലെ വായ്പാ സംവിധാനത്തിൽ പ്രാദേശിക പണമിടപാടുകാരുടെ സ്വാധീനം ചർച്ച ചെയ്യുക. 2019 8 ആയിരുന്നു. 2021 ആകുമ്പോൾ നേർപകുതിയായി കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, വായ്പാ നിക്ഷേപ അനുപാതം, ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ. ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ എത്ര ഭാഗം വായ്പയായി നൽകിയെന്ന് സൂചിപ്പിക്കുന്നതാണ് വായ്പാ നിക്ഷേപ അനുപാതം. ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് RBI ആണ്. ഉയർന്ന വായ്പാ നിക്ഷേപ അനുപാതം സൂചിപ്പിക്കുന്നത് ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ വലിയൊരു ഭാഗം വായ്പയായി നൽകി എന്നതാണ്. എന്നാൽ കുറഞ്ഞ വായ്പാ നിക്ഷേപ അനുപാതം സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും? സിമ്പിളാണ് അല്ലേ? അതായത് ബാങ്കുകൾക്ക് കിട്ടിയിട്ടുള്ള നിക്ഷേപത്തിന്റെ കുറഞ്ഞ ഭാഗം മാത്രമാണ് വായ്പയായി നൽകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ്, ബാങ്കുകൾ എന്ന് പറയുന്നത് ഒരു വിഭാഗം ആളുകളുടെ നിക്ഷേപം സ്വീകരിക്കുകയും മറ്റൊരു വിഭാഗത്തിന് വായ്പയായി നൽകുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള റേഷ്യോ, നിക്ഷേപത്തിന്റെ വലിയൊരു ഭാഗം വായ്പയായി നൽകുകയാണ് എങ്കിൽ അതെന്താണ്? വായ്പാ നിക്ഷേപ അനുപാതം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കുറഞ്ഞ അളവിലാണ് വായ്പ നൽകുന്നത് എങ്കിൽ ഈ ഒരു അനുപാതം കുറവാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്.
ഓക്കെ, ഇന്ത്യയിലെ വിവിധ വായ്പാ സ്രോതസ്സുകൾ ഏതെല്ലാം, അവ എങ്ങനെയാണ് സമ്പദ്ഘടനയിൽ പ്രവർത്തിക്കുന്നതെന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അത് കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കുക. വിവിധ സംസ്ഥാനങ്ങളിലെ പൊതുമേഖലാ ബാങ്കുകളിലെ വായ്പ നിക്ഷേപ അനുപാതം നൽകിയിരിക്കുന്നു. സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്: മാർച്ച് 2021, മാർച്ച് 2022, മാർച്ച് 2023. ആന്ധ്രാപ്രദേശ്, അസം, തമിഴ്നാട്, കേരളം അല്ലേ? അതൊന്ന് നോക്കുക. പൊതുമേഖലാ ബാങ്കുകളിലെ വായ്പ നിക്ഷേപ അനുപാതമാണ്. എത്ര നിക്ഷേപം ലഭിച്ചു, എത്ര വായ്പകൾ കൊടുത്തിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ വായ്പാ നിക്ഷേപ അനുപാതം കൂടുതലാകാനും മറ്റ് ചില സംസ്ഥാനങ്ങളിൽ വായ്പാ നിക്ഷേപ അനുപാതം കുറവായിരിക്കാനുമുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ പട്ടിക നോക്കുന്ന സമയത്ത് മനസ്സിലാവും. ആന്ധ്രാപ്രദേശ് വായ്പാ നിക്ഷേപ അനുപാതം 2021 നിന്നും 2023 ഏകദേശം 136 നിന്നും 155 ഒരു വർധനവുണ്ടായിട്ടുണ്ട്. അസം 37 നിന്നും 47 ഒരു വർധനവുണ്ടായിട്ടുണ്ട്. തമിഴ്നാട് 103 നിന്നും 104 വർധനവ് മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ. കേരളം 64 നിന്നും 72 ഒരു വർധനവ് കാണിക്കുന്നുണ്ട്. പഞ്ചാബ് 44.56 നിന്നും 41.92 കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് വായ്പാ നിക്ഷേപ അനുപാതം എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിക്ഷേപത്തിന് അനുസൃതമായിട്ട് അല്ലെ, കരുതൽ ധനത്തിന് അപ്പുറം കൂടുതലായിട്ട് വായ്പ കൊടുക്കുക അല്ലെങ്കിൽ അതിന് കുറവായിട്ട് വായ്പ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അനുപാതം കുറവായിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം, മാർച്ച് 2021 മുതൽ മാർച്ച് 2023 വരെയുള്ള വായ്പാ നിക്ഷേപ അനുപാതം വിലയിരുത്തുക. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, സാമ്പത്തിക ഉൾച്ചേർക്കൽ. പണത്തിൻ്റെയും സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെ പ്രയോജനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് രാജ്യം സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാങ്കിംഗ് സേവനങ്ങൾ സാധാരണക്കാർ, ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾ, അരികുവൽക്കരിക്കപ്പെട്ടവർ എന്നിവരിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് സാമ്പത്തിക ഉൾച്ചേർക്കൽ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക വളർച്ച, ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നിവ ത്വരിതപ്പെടുന്നത്. ഇതിനായി ഗവൺമെൻറ് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാങ്ക് ദേശസാൽക്കരണം. ബാങ്കുകളുടെ പ്രവർത്തനം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കൂടുതൽ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിനായി 1969 14 ബാങ്കുകളും 1980 6 ബാങ്കുകളും ദേശസാൽക്കരിക്കപ്പെട്ടു. ബാങ്ക് ദേശസാൽക്കരണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അപ്പോൾ ബാങ്ക് ദേശസാൽക്കരണം സാധ്യമാക്കിയിട്ടുള്ള വർഷങ്ങൾ രണ്ടും ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, എന്തൊക്കെയാണ് ദേശസാൽക്കരണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ? ഗ്രാമീണ മേഖലയിലെ ബാങ്കിംഗ് സൗകര്യങ്ങൾ വികസിപ്പിക്കുക, കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമാക്കുക, വായ്പയുടെ നീതിപൂർവമായ വിതരണം ഉറപ്പുവരുത്തുക, സാമ്പത്തിക ശക്തി ഏതാനും ജനങ്ങളിൽ കേന്ദ്രീകരിക്കുന്നത് തടയുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കുമുള്ള ആളുകളിലേക്ക് ബാങ്കുകളുടെ പ്രവർത്തനം എത്തിക്കുന്നതിനായിട്ടാണ് ബാങ്കിംഗ് ദേശസാൽക്കരണം നടപ്പിലാക്കിയിട്ടുള്ളത്. എന്തൊക്കെയാണ് അവയുടെ ലക്ഷ്യങ്ങൾ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, സഹകരണ ബാങ്കിംഗ് സംവിധാനങ്ങൾ. ഗ്രാമീണർ, സാധാരണ കർഷകർ എന്നിവർക്ക് ബാങ്കിംഗ് സൗകര്യം ലക്ഷ്യമാക്കി ഗ്രാമീണ സമ്പദ്ഘടനയെ സജീവമാക്കാൻ സഹകരണ ബാങ്കുകൾ നിർണായക പങ്ക് വഹിക്കുന്നു. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സഹകരണ ബാങ്കുകളുടെ ലക്ഷ്യം എന്താണ്? സാധാരണ കർഷകർ, ഗ്രാമീണർ തുടങ്ങിയവർക്ക് ബാങ്കിംഗ് സൗകര്യം എത്തിക്കുന്നതിനും ഗ്രാമീണ സമ്പദ്ഘടനയെ സജീവമാക്കാനും വേണ്ടിയിട്ടാണ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നിവയാണ് സഹകരണ ബാങ്കുകളുടെ തത്വങ്ങൾ എന്ന് പറയുന്നത്. ഗ്രാമീണരിൽ സമ്പാദ്യശീലം വളർത്തുക, സ്വകാര്യ പണമിടപാടുകാരിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കുക, കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും
കുറഞ്ഞ ചെലവിൽ വായ്പകൾ നൽകുക എന്നിവയെല്ലാം സഹകരണ ബാങ്കുകളുടെ ലക്ഷ്യങ്ങളാണ്. അതായത് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഗ്രാമങ്ങളിൽ ഉള്ള ജനങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അവരുടെ മറ്റു ലക്ഷ്യങ്ങൾ? ഗ്രാമീണരുടെ സമ്പാദ്യശീലം വളർത്തുക, സ്വകാര്യ പണമിടപാടുകാരിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അതായത് കൂടുതൽ പലിശ വാങ്ങിക്കൊണ്ട് വായ്പ നൽകുന്ന രീതികളിൽ നിന്നൊക്കെ തന്നെ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്? ഗ്രാമീണരെ. അതുപോലെ തന്നെ കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ ചെലവിൽ വായ്പകൾ നൽകുക. കേരള ബാങ്കിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ 1914 തിരുവിതാംകൂർ സഹകരണ സംഘം നിയന്ത്രണങ്ങൾ നിയമത്തിലൂടെ 1915 തിരുവനന്തപുരം കേന്ദ്ര സഹകരണ ബാങ്കായി രജിസ്റ്റർ ചെയ്തത് മുതലാണ്. 1916 ജനുവരി 18 ബാങ്കായി പ്രവർത്തിച്ചു തുടങ്ങി. 1966 ജൂലൈയിൽ റിസർവ് ബാങ്ക് ഓഫ് ആക്ട് 1934 ആക്ട് പ്രകാരമുള്ള രണ്ടാം പട്ടികയിൽ ഉൾപ്പെട്ടു. 2019 കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള സംസ്ഥാന സഹകരണ ബാങ്കായി മാറുകയും കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. അപ്പോൾ 2019 കേരള ബാങ്കായിട്ട് അറിയപ്പെടുന്നത്. കേരള ബാങ്ക് 823 ശാഖകളുമായി കേരളത്തിലെ 14 ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്നു. മികച്ച ബാങ്കിംഗ് സേവനങ്ങൾ, സാമ്പത്തിക ഉൾച്ചേർക്കൽ ഉറപ്പുവരുത്തൽ, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തൽ എന്നിവയാണ് കേരള ബാങ്കിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സാമൂഹ്യ പ്രതിബദ്ധത, ഗ്രാമീണ വികസനം, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് പിന്തുണ നൽകൽ എന്നിവയും ബാങ്കിന്റെ ലക്ഷ്യങ്ങളാണ്. ബാങ്കിന്റെ ഓഹരിയിൽ 40% കേരള ഗവൺമെന്റിനും 30% ജില്ലാ സഹകരണ ബാങ്കിനും 30% മറ്റുള്ളവർക്കുമാണ്. നിരവധി ബാങ്കിംഗ് സേവനങ്ങളാണ് കേരള ബാങ്ക് അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. നിക്ഷേപങ്ങൾ സ്വീകരിക്കൽ, വായ്പ നൽകൽ, മറ്റ് പണമിടപാടുകൾ നടത്തൽ എന്നിവയെല്ലാം ഇതിലുൾപ്പെടും. കേരളത്തിലുടനീളമുള്ള ATM സർവീസുകൾ, ആധുനിക ബാങ്കിംഗ് സാങ്കേതികവിദ്യ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നിവയിലൂടെ തങ്ങളുടെ ഇടപാടുകാർക്ക് മെച്ചപ്പെട്ട അനുഭവവും മികച്ച കാര്യക്ഷമതയും ബാങ്ക് നൽകുന്നു. കേരള ബാങ്കുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അടുത്തത് മൈക്രോ ഫിനാൻസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. പരമ്പരാഗത ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത താഴ്ന്ന വരുമാനത്തിൽപ്പെട്ട വ്യക്തികൾ, കുടുംബങ്ങൾ, ബിസിനസ്സുകാർ എന്നിവർക്ക് സാമ്പത്തിക സേവനങ്ങൾ നൽകുക എന്നതാണ് മൈക്രോ ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാരിദ്ര്യം കുറയ്ക്കുക, സ്ത്രീകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ശാക്തീകരിക്കുക, സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സൃഷ്ടി ഉറപ്പുവരുത്തുക, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയെല്ലാം മൈക്രോ ഫിനാൻസ് മുമ്പോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങളാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റിപ്പീറ്റ് ചെയ്യുന്നില്ല. നല്ല രീതിയിൽ ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മൈക്രോ ഫിനാൻസിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ടതാണ്. 1983 ബംഗ്ലാദേശിൽ പ്രൊഫസർ മുഹമ്മദ് യൂനസ് സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്ക് മൈക്രോ ഫിനാൻസിന് മികച്ച ഉദാഹരണമാണ്. കേരളത്തിൽ കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് മൈക്രോ ഫിനാൻസ് എന്ന ആശയത്തിലാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമായി കേരളത്തിൽ കുടുംബശ്രീ നടത്തിയ പ്രവർത്തനങ്ങൾ ലോക ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. അയൽക്കൂട്ടം, സ്വയം സഹായ സംഘങ്ങൾ അഥവാ NHGS, SHGS എന്നിവർ വഴി ലഘുനിക്ഷേപം സ്വീകരിച്ചും ആവശ്യാനുസരണം വായ്പകൾ നൽകിയും ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു. നമുക്ക് ഏവർക്കും പരിചിതമായിട്ടുള്ള ഒന്നാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകളുടെ തൊഴിൽ ഉന്നമനത്തിനും ഒക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഈടുരഹിതമായിട്ടുള്ള വായ്പകൾ അവിടെ നൽകുന്നുണ്ട്. സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ചെറുകിട സംരംഭങ്ങൾക്കും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കും ഒക്കെ വായ്പകൾ അനുവദിക്കുന്നുണ്ട്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മൈക്രോ ഫിനാൻസിൻ്റെ ഭാഗമായി കുടുംബശ്രീ മുഖേന സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ. ഓക്കെ, ജൻധൻ അക്കൗണ്ട്. രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങുന്നതിനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട്. രാജ്യത്തെ എല്ലാവരെയും ബാങ്കിംഗ് സേവനങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 0 മിനിമം ബാലൻസ് അക്കൗണ്ട് ഇതിൻ്റെ സവിശേഷതയാണ്.
താഴ്ന്ന വരുമാനക്കാർക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുക, സാമ്പത്തിക സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക, ബാങ്കിംഗ് ശീലം വളർത്തുക എന്നിവയും ഇത് ലക്ഷ്യം വെക്കുന്നു. അപ്പോൾ എന്താണ് ജൻധൻ അക്കൗണ്ട്? എല്ലാ വിഭാഗം ആളുകൾക്കും അക്കൗണ്ട് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടും സീറോ ബാലൻസ് അക്കൗണ്ടാണ്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ജൻധൻ അക്കൗണ്ടിൻ്റെ ലക്ഷ്യങ്ങൾ എന്നുള്ളതും നോക്കി വയ്ക്കുക. അടുത്ത കാലത്തായി സാമ്പത്തിക ഇടപാടുകൾക്കായി ഡിജിറ്റൽ കറൻസി കൂടുതലായി ഉപയോഗിച്ചു വരുന്നു. ഭൗതിക കറൻസികൾ കുറച്ചുകൊണ്ട് ഡിജിറ്റൽ കറൻസികളുടെ ഉപയോഗം വർദ്ധിപ്പിച്ച് പണരഹിത സമ്പദ് വ്യവസ്ഥയിലേക്ക് ക്യാഷ്ലെസ് ഇക്കോണമി നീങ്ങുന്നതിനായി ആധാർ അധിഷ്ഠിത പേയ്മെന്റ് സംവിധാനം, ഇ വാലറ്റ്, നാഷണൽ ഫിനാൻസ് സ്വിച്ച് എന്നിവയും ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മൾ കയ്യിൽ പണം കരുതുന്നില്ല, നമ്മളൊക്കെ തന്നെയും ഇപ്പോൾ ഡിജിറ്റൽ പേയ്മെൻറ്റുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഡിജിറ്റൽ കറൻസിയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ എംബ്ലം ഇ വാലറ്റ്, നാഷണൽ ഫിനാൻസ് സ്വിച്ച് ഇവ രണ്ടും ഡിജിറ്റൽ കറൻസിയുടെ ഭാഗമാണ്. സാമ്പത്തിക ഉൾച്ചേർക്കൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗവൺമെൻറ് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ്? മൈക്രോ ഫിനാൻസ്, ജൻധൻ അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്. കുടുംബശ്രീ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, ഇതാണ് നബാർഡ്. നബാർഡിൻ്റെ ഫുൾ ഫോം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. ഇത് ഇന്ത്യയിലെ കാർഷിക ഗ്രാമ വികസനത്തിനായുള്ള പരമോന്നത വികസന ബാങ്കാണ്. ഗ്രാമീണ മേഖലയിലെ വായ്പാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്കും ചെറുകിട വ്യവസായങ്ങൾക്കും ധനസഹായം നൽകാനുമാണ് നബാർഡ് ലക്ഷ്യം വെക്കുന്നത്. നബാർഡ് 1982 സ്ഥാപിതമായി. പ്രധാന ലക്ഷ്യം ഗ്രാമീണ ഇന്ത്യയുടെ സമഗ്ര വികസനം. എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ? കാർഷിക ഗ്രാമീണ വായ്പകൾക്ക് ധനസഹായം നൽകുന്നു, ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പിന്തുണ നൽകുന്നു, ഗ്രാമീണ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു, കാർഷിക ഗവേഷണത്തിനും വികസനത്തിനും പ്രോത്സാഹനം നൽകുന്നു. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ, മഹാരാഷ്ട്ര. ഓക്കെ. ഉൽപാദനം, ഉപഭോഗം, വിതരണം എന്നീ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സക്രിയമാക്കുന്നതിൽ പണം പ്രധാന പങ്കുവഹിക്കുന്നു. പണം ഡിജിറ്റൽ രൂപത്തിൽ എത്തിയതോടുകൂടി ക്രയവിക്രയങ്ങളുടെ എണ്ണവും വ്യാപ്തിയും വർദ്ധിച്ചു. മാറുന്ന ലോകക്രമത്തിനനുസരിച്ചുള്ള കറൻസികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഉപഭോഗത്തിനായി വിപണിയിൽ ചെലവഴിക്കപ്പെടുന്ന പണം നേരിട്ട് ഉൽപാദകരിലും വിതരണക്കാരിലും എത്തുമ്പോൾ സമ്പാദ്യത്തിനായി മാറ്റിവെക്കപ്പെട്ട പണം വായ്പകളായി സംരംഭകരിലേക്ക് എത്തിക്കുന്നത് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയാണ്. പണത്തിന്റെ കൈമാറ്റം പ്രോത്സാഹിപ്പിച്ച് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിൽ ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും ഗണ്യമായ പങ്കുവഹിക്കുന്നു. സാങ്കേതികവിദ്യയുടെ വ്യാപനവും ഉപയോഗവും പണരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ബാങ്കിംഗ് സൗകര്യം നിലവിലില്ലാത്ത ഉൾനാടൻ പ്രദേശങ്ങളിൽ ഉള്ളവരെയും ബാങ്കിംഗ് ശൃംഖലയുടെ ഭാഗമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ 10ാം ക്ലാസ്സിലെ പുതിയ SCERT പുറത്ത് വന്നിട്ടുള്ള വോളിയം 1 ഹിസ്റ്ററി ആൻഡ് ജിയോഗ്രഫി 10 ചാപ്റ്റേഴ്സും നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ 10, 9, 8 ക്ലാസ്സുകളുടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.